എല്ലാവർക്കും ടൂർഗോയിലേക്ക് സ്വാഗതം. ഇതുവരെ വിമാനത്തിൽ കയറാത്തവർക്ക് ടൂർഗോ നടത്തുന്ന ആകാശയാത്ര ഓരോ ദിവസം കഴിയുന്തോറും പോപ്പുലറായി കൊണ്ടുവരികയാണ്. ഇതുവരെ നമ്മുടെ ആകാശയാത്രയിൽ സഞ്ചരിച്ചത് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും 500-ൽ പരം യാത്രികരാണ് ഇതുവരെ നമ്മുടെ യാത്രയിൽ സഞ്ചരിച്ചത്. ഇനി അടുത്ത യാത്ര ഓഗസ്റ്റ് 11-ാം തീയതിയാണ് പോകുന്നത്. അതിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രം എന്നുള്ള സെൻഡഫ് എന്ന സംഘടനയിൽ നിന്നുള്ള 11 പേര് ഉൾപ്പെടെ മൊത്തം 20 യാത്രികരാണ് അന്ന് പോകുന്നത്. എന്തുകൊണ്ട് ടൂർഗോ ആകാശയാത്രയെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നു? കാരണം ഇതുവരെ വിമാനത്തിൽ കയറാത്തവര് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട്. ചിലപ്പോൾ സാഹചര്യം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നം കൊണ്ടായിരിക്കാം. ഈ രണ്ട് കാരണങ്ങളും തരണം ചെയ്തുകൊണ്ടാണ് ടൂർഗോ ആകാശയാത്ര എന്ന സ്വപ്നയാത്രയ്ക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള മൊത്തം ചെലവ് വരുന്നത് 6000 രൂപയാണ് വരുന്നത്. അതിൽ ഉൾപ്പെടുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് വിമാന ടിക്കറ്റും കൂടാതെ ബാംഗ്ലൂർ സിറ്റി ടൂറും 3 നേരത്തെ ഫുഡും തിരിച്ച് നാട്ടിലേക്ക് സ്ലീപ്പർ ക്ലാസ് ട്രെയിനും ഉൾപ്പെടുന്നതാണ് പാക്കേജ്. നിങ്ങൾ അടുത്ത യാത്രയ്ക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. എന്തായാലും നിങ്ങളുടെ യാത്രയ്ക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ 1 മാസം മുമ്പ് തന്നെ നമ്മളെ അറിയിക്കണം. കാരണം ട്രെയിൻ ടിക്കറ്റൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി 1 മാസം മുമ്പ് തന്നെ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. എന്തായാലും അടുത്ത യാത്രയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ നമ്മുടെ ആകാശയാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 4:45 6:45 ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് നമ്മളെല്ലാവരും ആകാശയാത്ര പോകുന്നത്. ഇതിൽ മിക്കവരുടെയും ആദ്യ വിമാനയാത്രയാണ്. അതുകൊണ്ട് ആദ്യ വിമാനയാത്രയുടെ നടപടിക്രമങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ എല്ലാവരും തിരിച്ചറിയൽ കാർഡ് കാണിച്ച് എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇനി അടുത്ത പ്രൊസീജിയർ ബോർഡിംഗ് പാസ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ടിക്കറ്റിന് തുല്യം തന്നെയാണ് ബോർഡിംഗ് പാസ് എന്ന് പറയുന്നത്. അത് ഏത് ഫ്ലൈറ്റിലാണ് പോകുന്നത് ആ ഫ്ലൈറ്റിന്റെ കൗണ്ടറിൽ നിന്നാണ് നമുക്ക് വാങ്ങിക്കേണ്ടത്. ഈ ആകാശയാത്രയുടെ എയർപോർട്ടിനുള്ളിലുള്ള ഏറ്റവും വലിയ പ്രൊസീജിയർ എന്ന് പറയുന്നത് സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. നമ്മുടെ ബോഡിയും നമ്മുടെ ഹാൻഡ് ബാഗും പരിശോധിക്കുന്നതാണ് സെക്യൂരിറ്റി ചെക്കിംഗ് എന്ന് പറയുന്നത്. അതെല്ലാം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി 1-2 വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും എയർപോർട്ട് ലോഞ്ചിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യ ആകാശയാത്ര പോകുന്നവർക്ക് ടൂർഗോയുടെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ട്രാവൽ കാർഡ് നമ്മൾ കൊടുത്തിരുന്നു. അതിൻ്റെ കൂടെ ഒരു മധുരം കൂടി ഉണ്ടായിരുന്നു. സർ, സെഡഫ് എന്ന സംഘടനയ്ക്ക് വേണ്ടി ആകാശയാത്ര എന്ന ഒരു സ്വപ്നയാത്രയ്ക്ക് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ എങ്ങനെ സാധിച്ചു? ഞങ്ങളുടെ സംഘടന കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് എൽഡേഴ്സ് ഫോറം എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. ഈ സംഘടന ഓരോ വർഷവും 2-3 ലോക്കൽ ടൂറുകളും ഒക്കെ പോകാറുണ്ട്. എങ്കിലും ആദ്യമായിട്ടാണ് ഒരു ആകാശയാത്ര അല്ലെങ്കിൽ വിമാനത്തിൽ കയറാത്ത ഞങ്ങളുടെ കുറേ ജീവനക്കാരെ കൂടി ഉൾപ്പെടുത്തി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ചത്. ഇതിൽ ഞങ്ങൾക്ക് ടൂർഗോയുമായിട്ട് ബന്ധപ്പെട്ടത് മുതൽ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് നല്ല ഹെൽപ്പാണ് കിട്ടിയത്. പ്രത്യേകിച്ച് ടൂർ മാനേജരായ ഫൈസൽ ജി നമുക്ക് ഓരോ കാര്യങ്ങളിലും വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തരികയും കൃത്യനിഷ്ഠതയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ യാത്ര വളരെ ഒരു അടിപൊളി ട്രിപ്പാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും. സാറിൻ്റെ വൈഫുകളെ കൂടെ ഉണ്ട്, പറയൂ. ഓക്കെ, ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഇപ്രാവശ്യം ഇവരുടെ കൂടെ പോകുന്നതിൽ സന്തോഷമുണ്ട്. എൻ്റെ പേര് ഗിരിജ. ആദ്യ വിമാനയാത്രയാണോ? അപ്പോൾ വിമാനത്തിൽ കയറുന്ന ഭയങ്കര സ്വപ്നമൊക്കെ ആയിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് തോന്നുന്നു, നമ്മൾ കയറാൻ പോവുകയല്ലേ? ഓക്കെ, സന്തോഷമുണ്ട്. ശരി. പേര് ജോർജ് കുട്ടി. ഞാൻ ആദ്യമായിട്ടാണ് ആകാശയാത്രയിൽ സഞ്ചരിക്കാൻ വന്നത്. നല്ല സന്തോഷമുണ്ട്. എൻ്റെ പേര് വിശ്വകുമാർ. എൻ്റെയും ആദ്യത്തെ വിമാനയാത്രയാണ്. പക്ഷെ എന്നാലും ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. അതിൽ വളരെ സന്തോഷം. കൂടെ ആരുണ്ട്? വൈഫുണ്ട്. പേരൊന്ന് പറയൂ. എൻ്റെ പേര് പ്രീത. എൻ്റെ ആദ്യത്തെ യാത്രയാണ്. വളരെ കാലത്തെ ഒരു ആഗ്രഹം സാധിക്കുകയാണ്. ചിലൊരു ഇരട്ടി മധുരമുണ്ട്. കാരണം നിങ്ങൾ രണ്ടും ഒരുമിച്ചാണ് ആദ്യമായി യാത്ര ചെയ്യുന്നത്. രണ്ടുപേരും ഒരുമിച്ചാണ്. ഓക്കെ. ഞാൻ ദേവകിയമ്മ. നല്ല സന്തോഷമുണ്ട് ഈ യാത്ര പോകാൻ പറ്റിയതിൽ. മാഡം? എൻ്റെ പേര് നസീമ. ഇങ്ങനെ ഒരു യാത്ര വളരെ സന്തോഷമാണ്. പേര് വിജയേന്ദ്രൻ. ഞാൻ ആദ്യമായിട്ട് ഇതിനാണ് പറക്കുന്നത്. എൻ്റെ അശോകനാണ്. അശോകൻ രാജാവെന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ, അശോക് സാറാണ് നമ്മൾ റെഡിയാക്കി തന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇവിടെ എത്തിച്ചത് അശോക് സാറാണ്. അതെ, അശോകൻ തന്നെ. അത് തന്നെ. അപ്പോൾ ഒരുപാട് ആളുടെ ആഗ്രഹം ഉണ്ടായിരുന്നാ?
ഫ്ലൈറ്റിൽ കയറും. നടക്കണമെന്ന് പ്രത്യേകിച്ച് ഈ ജീവിതത്തിൽ നടക്കുകയില്ല എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. അങ്ങനെയാണത് വേണ്ട. അപ്പം നടന്നല്ലോ അല്ലേ? എൻ്റെ പേര് അനന്തകൃഷ്ണൻ. ഞാൻ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ റിട്ടയർ ചെയ്ത ആളാണ്. അശോകനും വിജയന്തി ഞങ്ങളെല്ലാം ഒന്നിച്ച് വർക്ക് ചെയ്ത ആദ്യത്തെ യാത്രയാണ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതിലേക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തിരിക്കുന്നവർക്കൊക്കെ നന്ദി. എൻ്റെ പേര് ഹരിദാസ്. ഞാനും അശോകനും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ യാത്ര ചെയ്തിട്ടുണ്ട് വിമാനത്തിൽ. എൻ്റെ വൈഫ് എനിക്ക് യാത്ര ചെയ്തിട്ടില്ല. വൈഫിൻ്റെ വളരെ സന്തോഷം. യാത്രയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ തുടർന്നുള്ള യാത്രകളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ യാത്രയിൽ മുൻപോട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും, പ്രത്യേകിച്ച് ഇതുവരെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിലും നിങ്ങളെ ടൂർ ഗൈഡൊപ്പം ഒരു യാത്ര നിങ്ങൾ ചെയ്യുക. ആദ്യ വിമാനയാത്രയാണോ? അതെ. എന്ത് തോന്നുന്നു എൻ്റെ എക്സ്പീരിയൻസ്? സന്തോഷം. ഇപ്പോൾ സമയം 6:15 ഇൻഡിഗോയുടെ നമ്മൾ പോകുന്ന ഫ്ലൈറ്റിന്റെ ബോർഡിങ്ങിനുള്ള സമയമായി. ഇനി വിമാനത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് 2 വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതിൽ ആദ്യത്തെ വെരിഫിക്കേഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി അടുത്തൊരു വെരിഫിക്കേഷൻ വരുന്നത് വിമാനത്തിന്റെ ഡോറിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഇനിയൊരു വെരിഫിക്കേഷൻ വരുന്നത്. നമ്മൾ പോകുന്ന ഫ്ലൈറ്റിനെ കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഇൻഡിഗോയുടെ ഗ്രൗണ്ട് സ്റ്റാഫും നിൽക്കുന്നത് കാണാം. അങ്ങനെ അവസാനത്തെ വെരിഫിക്കേഷനും കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. വിമാനത്തിനുള്ളിൽ കയറുമ്പോൾ തന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഇൻഡിഗോയുടെ കേബിൻ ക്രൂവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3x3 ആണ് ഇൻഡിഗോയുടെ സീറ്റിംഗ് ലേഔട്ട് വരുന്നത്. ബ്ലൂ കളറും വൈറ്റും കോമ്പിനേഷനാണ് ഇൻഡിഗോയുടെ ഇൻറ്റീരിയർ സെക്ഷൻ വരുന്നത്. അങ്ങനെ എൻ്റെ സീറ്റ് നമ്പർ 20A ആണ്. എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. ഫ്ലൈറ്റ് നല്ല തണുത്തിരിക്കണോണ്ട് പുറമേയുള്ള കാഴ്ചകൾ മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിമാനത്തിന് ടേക്ക് ഓഫിനുള്ള സമയമായി. റൺവേയിലൂടെ മെല്ലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ വിമാനം ടേക്ക് ഓഫ് ചെയ്യാനുള്ള ഫൈനൽ സെക്ഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ടേക്ക് ഓഫിന്. എന്തായാലും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരിക്കും ആകാശയാത്രയുടെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് ടേക്ക് ഓഫ് സമയത്താണ് എല്ലാവർക്കും നല്ലൊരു അനുഭവം കിട്ടുന്നത്. ശരിക്കും ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സൈഡിൽ നീലക്കടലും മറു സൈഡിൽ ഒരുപാട് പച്ചപ്പിനിടയിൽ ഒത്തിരി ബിൽഡിങ് നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ശരിക്കും കടലിൻ്റെ മുകളിലൂടെയാണ് ഫ്ലൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഞാൻ കടലിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ഈ ഫ്ലൈറ്റിൻ്റെ ചിറകിൻ്റെ നിഴൽ അവിടെ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അതിമനോഹരമായിട്ടുള്ള അതിശയിപ്പിക്കുന്ന ആകാശ കാഴ്ചകളാണ് നമുക്ക് ആകാശയാത്രയിലൂടെ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത്. മായാലോകം കണ്ടു രസിക്കാൻ ഏനുണ്ടട തന്തോയം, മേഘത്തേരിൽ പാറി നടക്കാൻ ഏനുണ്ടട തുള്ളാട്ടം, കാടിൻ നടുവിൽ കൂടുണ്ടാക്കാൻ കാലങ്ങൾ താണ്ടുമ്പോൾ പാരിൻ മറവിൽ പ്രായം മറയും കാലം അത് വഴിമാറും. അലതല്ലും തിരകളെയൊന്നായി കൈക്കുമ്പിൾ കോരിയെടുത്തേ തിരമൂടിയ കരയുടെ മേലെ കാക്കാത്തി കിളിയതു ചൊന്നേ. ഇന്ത്യയുടെ IT ഹബ്ബായ ബാംഗ്ലൂരിൻ്റെ ആകാശ ദൃശ്യമാണ് കാണുന്നത്. ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികളും ഒരുപാട് ഫ്ലാറ്റുകളും ഉള്ള ശരിക്കും അടുങ്ങി കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകാശയാത്രയുടെ ഓരോ നിമിഷവും
നമുക്ക് മനസ്സിൽ പോലും സങ്കല്പിക്കാൻ പറ്റാത്ത കാഴ്ചകളായിരിക്കും ഓരോ സ്റ്റെപ്പുകളിലും കാണാൻ കഴിയുന്നത്. ഫ്ലൈറ്റ് ഒരു വശത്തേക്ക് ചരിഞ്ഞ് അതിൻ്റെ ദിശയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണുന്നുണ്ട്. ആ ചിറകിൻ്റെ ചരിവൊക്കെ നമുക്ക് ശരിക്കും വേറൊരു ഫീൽ തന്നെയാണ് ആകാശയാത്രയിൽ നമുക്ക് കിട്ടുന്നത്. ബാംഗ്ലൂരിൻ്റെ മണ്ണിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന അതേ ഫീൽ തന്നെയാണ് ലാൻഡ് ചെയ്യപ്പോഴും നമുക്ക് കിട്ടുന്നത്. എന്തായാലും നമ്മളെല്ലാവരും വളരെ സേഫായിട്ട് ബാംഗ്ലൂരിൻ്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. ശരിക്കും ഈ എയർപോർട്ടിൻ്റെ പേര് കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് പേര്. ഇവിടെ ടെർമിനൽ 1ഉം ടെർമിനൽ 2ഉം ഉണ്ട്. ടെർമിനൽ 1ലാണ് ഡൊമസ്റ്റിക് ഉള്ളത്, ടെർമിനൽ 2ലാണ് ഇൻ്റർനാഷണൽ കൈകാര്യം ചെയ്യുന്നത്. ഈ രണ്ട് എയർപോർട്ടിനും കൂടി 4000 ഏക്കറാണ് ഇവിടെ ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്. ഒരു വർഷം ഈ ഡൊമസ്റ്റിക്കിൽ മാത്രം 2 കോടി പാസഞ്ചേഴ്സാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ 3ാമത്തെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഇതാണ്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളവും ഇത് തന്നെയാണ്. അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പൈലറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പൈലറ്റിനെ ഇങ്ങനെ താങ്ക്സ് പറയാൻ വേണ്ടി നിൽക്കുന്നത് കാണുന്നത്. അങ്ങനെ ആദ്യ വിമാനയാത്ര എന്ന സ്വപ്നം സഫലീകരിച്ചതിൻ്റെ വലിയ സന്തോഷത്തിൽ എല്ലാവരും വിമാനത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ഒന്നാണ് ബാംഗ്ലൂർ എയർപോർട്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനാണ് നിങ്ങൾ കാണുന്നത്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഡെക്കറേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ബാംഗ്ലൂരിൻ്റെ കാഴ്ചകളാണ് കാണാനുള്ളത്. അതിനുള്ള AC ബസ് പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ബാംഗ്ലൂരിൻ്റെ എയർപോർട്ട് റോഡാണ്. ഇരുവശങ്ങളിലും മരങ്ങളും ചെടികളും പൂന്തോട്ടങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിമനോഹരമായിട്ടുള്ള ഒരു റോഡാണ് എയർപോർട്ട് റോഡ്. അങ്ങനെ ആദ്യം പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ശരിക്കും അൺലിമിറ്റഡ് ഫുഡാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതോടുകൂടി എല്ലാവരും നല്ല ഉഷാറായി. ശ്രീ അശോക് സാറിൻ്റെ നേതൃത്വത്തിൽ പല പല എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് എല്ലാവരും ചെയ്തു. എന്തായാലും അതിലേക്ക് നമുക്ക് പോകാം. കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിന്റെ കാതലേ പെണ്ണേ താമരപ്പൂ പൈകളേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിന്റെ കാതലേ. അടുത്ത ഇവിടെ ഈ സൈഡ് കായൽ തുടങ്ങണം. പറഞ്ഞോ, പഠിക്കോ, കുഴപ്പമില്ല. എല്ലാരും പാടിയോ? കാനന ചായയിൽ ആട് മേയ്ക്കാൻ, അതാണ് ഇവര് പാടുന്നത്. പഠിക്കോ? പാടേമാരെന്നൊന്നും ചെയ്തുകൂടാ. വീണ്ടും പാ, ഈ സൈഡ് പാ. നാളിലെനിക്കൊരു നാളിലെനിക്കൊരു വരൂ മധുരം ശരി. അപ്പൊ കരകാണാ കടൽ. ഇല്ല ഇല്ല. അപ്പൊ ഇല്ലെന്ന് പറയാം.
കെട്ടിയാത്ത കോഴി കാലിൽ കെട്ടിയതാരാണൻ കോഴി കൊത്താനറിയാത്ത കോഴി കാലിൽ കെട്ടിയതാരാണൻ കോഴി തെക്കല സുന്ദരികൾ കൂട്ട് നിന്നെ കൂട്ടിയതാരാണൻ കോഴി തെക്കല സുന്ദരികൾ കൂട്ടിൽ നിന്നെ കൂട്ടിയതാരാണൻ കോഴി മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ ഓർമ്മകളോടി കളിക്കുവാനെത്തും മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ നിന്നെയണിയിക്കാൻ താമര നൂലിന ഞാനൊരു പുത്താതി തീർത്തു വെച്ചു നിന്നെയണിയിക്കാൻ താമര നൂലിന ഞാനൊരു പുത്താതി തീർത്തു വെച്ചു നീ വരുവോളം പാടാതിരിക്കുവാൻ ഞാനതെടുത്തു വെച്ചു എൻ്റെ കൃത്തിലെടുത്തു വെച്ചു. വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയത്താണ് ആദ്യം പോയത്. ഇതൊരു സയൻസ് പാർക്കാണ്. ഇവിടെ നിന്നും വിവിധ എഞ്ചിനുകളെക്കുറിച്ചുള്ള അറിവുകൾ, ഉൽപ്പാദന രീതികൾ, കണ്ടുപിടുത്തങ്ങൾ, ശാസ്ത്ര സംബന്ധമായിട്ടുള്ള ഒട്ടേറെ അറിവുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. നമുക്ക് എന്തായാലും കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആദ്യം കാണുന്നത് ഈ ഡൈനോസറിനെയാണ്. ഇതൊരു അനിമേറ്റഡ് ഡൈനോസറാണ്. ശരിക്കും റിയൽ എന്ന് തോന്നിപ്പോകും. അത്രയും നന്നായിട്ടാണ് അവർ പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ കാണുന്നത് എൻജിൻസ് ആണ്. ഡീസൽ എൻജിൻ, സ്റ്റീം എൻജിൻ, എയർക്രാഫ്റ്റ് എൻജിൻ, ഇലക്ട്രിസിറ്റി മോഡൽ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നേരിട്ട് വന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമ്മൾ ഈ ടെക്സ്റ്റിൽ മാത്രം കണ്ടിട്ടുള്ള സയൻസ് പരമായിട്ടുള്ള ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഇവിടെ വന്ന് കാണാൻ കഴിയും. അത് നല്ല കൗതുകമുള്ള കാര്യങ്ങളും ഒരുപാട് അറിവുകൾ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും സയൻസും ടെക്നോളജിയും ഇഷ്ടപ്പെടുന്ന കുട്ടികളും മുതിർന്നവരും ഇവിടെ വരേണ്ടത് തന്നെയാണ്. നമ്മൾ അടുത്തതായിട്ട് പോയത് കബാൻ പാർക്കിലാണ്. അത് ഈ വിശ്വേശ്വരയ്യ ടെക്നോളജി മ്യൂസിയത്തിൻ്റെ തൊട്ട് ബേക്കിലായിട്ടാണ് വരുന്നത്. നടന്നു കയറാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. കബാൻ പാർക്ക് ഒത്തിരി വലിയ സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് മരങ്ങളും ചെടികളും പൂന്തോട്ടങ്ങളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നല്ലൊരു ക്ലൈമറ്റാണ് നമുക്ക് ഇവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി. കർണാടകയുടെ നിയമസഭാ മന്ദിരമാണ്, വിധാൻ സൗദയാണ്. ഏകദേശം 67 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കെട്ടിടം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. 1956 നിർമ്മാണം പൂർത്തീകരിച്ചത്. കൊട്ടാര സമാനമായിട്ടുള്ള ഈ കെട്ടിടം നിയോ ദ്രാവിഡ ശൈലിയിലാണ് നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പോയത് നമ്മുടെ ഈ യാത്രയുടെ മെയിൻ ഹൈലൈറ്റ്സായ ലാൽബാഗ് ബോട്ടാണിക്കൽ ഗാർഡനിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗാർഡനിൽ ഒന്നാണ് ലാൽബാഗ് ബോട്ടാണിക്കൽ ഗാർഡൻ. ഇന്ന് ലാൽബാഗിൽ ഫ്ലവർ ഷോ ആണ്. ഒരുപാട് ആൾക്കാർ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി വരുന്നുണ്ട്. പല സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നുണ്ട്. കാരണം വർഷത്തിൽ 2 തവണ മാത്രമാണ് ഫ്ലവർ ഷോ ലാൽബാഗിൽ നടക്കുന്നത്. ജനുവരി മാസത്തിലും ആഗസ്റ്റ് മാസത്തിലാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. അങ്ങനെ നമ്മുടെ യാത്രക്കാർക്കും ഫ്ലവർ ഷോ കാണാൻ ഭാഗ്യമുണ്ടായി. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ തുള്ളി തേനുണ്ടോ, കുറുനില കൊണ്ടൻ മനസ്സിൽ 7 നീല പന്തലൊരുങ്ങി, ചിറകടിച്ചതിനകത്തിൻ ചെറുമഞ്ഞ കിളി കുറുങ്ങി, കിളിമരത്തിന്റെ തളിർ ചില്ലത്തുമ്പിൽ കുളുങ്ങുന്നു മെല്ലെ കുരുക്കുത്തി മുല്ല. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ തുള്ളി തേനുണ്ടോ, ചൂടുണ്ടോ നെഞ്ചിൽ ചൂടുണ്ടോ. അടുത്ത സൈറ്റ് സീയിങ് വരുന്നത് ടിപ്പു സുൽത്താൻ പാലസാണ് കാണാൻ പോകുന്നത്.
ഒരുപാട് ചരിത്രമുറങ്ങുന്ന ടിപ്പു സുൽത്താൻ പാലസിൻ്റെ ലോങ് വ്യൂ ആണ് ഈ കാണുന്നത്. ഫ്രണ്ടിൽ പുൽത്തകിടിയും ചെടികളൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താൻ ഒരു വേനൽക്കാല വസതിയായിട്ടാണ് ഇത് നിർമ്മിച്ചതെന്നാണ് അറിയപ്പെടുന്നത്. വേനൽക്കാലത്ത് താമസിക്കാൻ വേണ്ടിയുള്ള ഒരിടം എന്ന രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ യാത്രയുടെ കാഴ്ചകളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ. നമ്മൾ രാവിലെ മുതൽ ആകാശയാത്ര നടത്തി, പിന്നെ ഒരുപാട് കാഴ്ചകൾ കണ്ടു. അപ്പോൾ എന്തായാലും ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളും മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകളും നിങ്ങൾ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ചെറിയൊരു ചടങ്ങിലേക്ക് നീങ്ങുകയാണ്. നമ്മുടെ ഈ യാത്രയിൽ 20 യാത്രക്കാരാണ് ഉള്ളത്. അതിൽ 11 പേരും സെഡഫിൻ്റെ ഗ്രൂപ്പിൽ നിന്നുള്ളവരാണ്. ആ 11 പേർക്ക് വേണ്ടി അഡ്വാൻസ് തരുന്നത് മുതൽ പിന്നെയുള്ള ഓരോരോ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുകയും അത് നിർവഹിക്കുകയും അവസാനം എയർപോർട്ടിൽ നമ്മളെല്ലാവരെയും ഒന്നിപ്പിക്കുകയും ചെയ്തത് ശ്രീ അശോക് സാറിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ടൂർഗോ അശോക് സാറിന് ചെറിയൊരു ഉപഹാരം കൊടുക്കുകയാണ്. അതായത് ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ഷൺമുഖൻ സാറ്, അതുപോലെ സെക്രട്ടറി ML രാധാമണി, ടൂർ കോർഡിനേറ്റർ ശ്രീകുമാർ സാർ, ഇവരുടെ എല്ലാം റെക്കമെൻഡേഷനും അല്ലെങ്കിൽ അവരുടെ എല്ലാം സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ഈ ടൂറിന് വേണ്ടി മുൻകൈ എടുത്തത്. അപ്പം നിങ്ങളുടെ അഡ്രസ്സ് കിട്ടിയിടം മുതൽ ഞാൻ നിങ്ങളെ നിരന്തരം ബന്ധപ്പെടുകയും അങ്ങനെ 11 പേരുമായിട്ട് എനിക്ക് വരാം. പക്ഷേ നിങ്ങളുടെ ടൂറ് ഇന്നത്തെ ഈ ടൂറിൽ എൻ്റെ അഭിപ്രായത്തിൽ വളരെ വെൽ പ്ലാൻഡ് ആയിരുന്നു. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും യാത്രയുടെ കാര്യങ്ങളിലായാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞങ്ങളെ എല്ലാവർക്കും സന്തോഷമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ചോദിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെ ഇനിയും ഞാൻ ശുപാർശ ചെയ്യുന്നു, മറ്റുള്ളവരോട് പറയുന്നു, നിങ്ങളെക്കുറിച്ച് ഞാൻ പറയും. അതുപോലെ തന്നെ ഇനിയും ഞങ്ങൾക്കൊരു ടൂർ ഉണ്ടെങ്കിൽ നിങ്ങൾ മുഖേന പോകാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഒരു വെൽ പ്ലാൻഡ് ടൂറിന് സഹകരിച്ചതിനും പ്രവർത്തിച്ചതിനും പ്രത്യേകിച്ച് ഫൈസലിന് വളരെയധികം നന്ദി അറിയിച്ചുകൊള്ളുന്നു ഞങ്ങളുടെ സെഡഫിൻ്റെ അഭിമുഖത്തിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്തതായി ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കൂടിയ യാത്രിക ശ്രീമതി ദേവകി അമ്മയ്ക്ക് ടൂർഗോയുടെ ഒരു ആദരവ് കൊടുക്കുകയാണ്. അതിനുവേണ്ടി ശ്രീ അശോക് സാറിനെ ക്ഷണിക്കുന്നു. വളരെ സന്തോഷമാണ് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ടൂർ വരാനും സന്തോഷിക്കാനും പറ്റിയതിൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം, ഏറ്റവും പ്രായം കൂടിയാണെങ്കിലും നമ്മൾ ഏറ്റവും എനർജിക്കായിട്ടുള്ള അമ്മ ദേവികമ്മയായിരുന്നു. കാരണം അടിപൊളി പാട്ടാണ് പാടിയത്. അത് നമ്മൾ ആ ബ്ലോഗിൽ ഇടുന്നുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എഴുതി കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് എനിക്ക് എല്ലാ വരികളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ യാത്ര ഫ്ലവർ ഷോ ഒക്കെ ഇഷ്ടപ്പെട്ട? ആ, ഓക്കെ ഓക്കെ. ജീവിതത്തിൽ മറക്കാനാവാത്ത ഓർമ്മ കിട്ടി, നല്ല ഓർമ്മ കിട്ടിയില്ലേ? ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ ടൂറിൽ വന്ന് സഹകരിച്ചതിന് വളരെ നന്ദി, സന്തോഷമുണ്ട്. ഓക്കെ, ശരി. അടുത്തൊരു സർപ്രൈസ് ചടങ്ങിലേക്കാണ് പോകുന്നത്. ടൂർഗോയുടെ ഏറ്റവും പുതിയ പാക്കേജായ ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കാശ്മീർ പാക്കേജിൻ്റെ പോസ്റ്റർ പ്രകാശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അത് നിർവഹിക്കുന്നത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ നിന്ന് കാശ്മീർ പോയി അവിടുത്തെ യാത്രാനുഭവങ്ങൾ ലേഖനങ്ങളായി എഴുതി നമ്മളെല്ലാവരുടെയും ശ്രദ്ധ നേടിയ ശ്രീ അശോക് സാറും ശ്രീമതി വത്സലകുമാരിയും കൂടിയാണ് ആ പ്രകാശനം നിർവഹിക്കുന്നത്. ഈ രണ്ടുപേരെയും നമ്മൾ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. സാർ, കാശ്മീർ യാത്രയുടെ അനുഭവങ്ങൾ ഒന്ന് പറയാമോ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു കാശ്മീർ യാത്ര. അപ്പോൾ ഞാൻ എൻ്റെ ലേഖനത്തിൽ അത് വിവരം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ അടിച്ചു പൊളിച്ച ഒരു ട്രിപ്പ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാനും വൈഫും വേറെ ഇതുപോലൊരു 21 പേരടങ്ങുന്ന സംഘമായിരുന്നു. എല്ലാ രീതിയിലും ആ ഐസ് കട്ടകളിൽ ഉരുണ്ടു മറിയുന്നതിനും കേബിൾ കാറിലെ യാത്രയും കുതിരപ്പുറത്തുള്ള യാത്രയും എല്ലാം വളരെ ആനന്ദകരമാണ്. അപ്പം ഞാൻ എല്ലാവരോടും ശുപാർശ ചെയ്യുന്നത്, നിങ്ങൾക്കും അവസരം കിട്ടുവാണെങ്കിൽ അതൊരു കാശ്മീർ യാത്ര പ്ലാൻ ചെയ്യണം, പോകണം. അത് ടൂർഗോയുടെ കൂടെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാശ്മീർ ഞാൻ ഇതുപോലെ പേപ്പറിലും പടത്തിലും ഒക്കെ കണ്ടിട്ടേ ഉള്ളായിരുന്നു. പക്ഷേ അന്ന് കാശ്മീർ ട്രിപ്പ് പോയത് 5 നൈറ്റ് 6 ഡേയ്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരിക്കലും മറക്കത്തില്ല. എനിക്ക് തോന്നുന്നത് മരിച്ചാലും മറക്കത്തില്ല അവിടുത്തെ അനുഭവങ്ങൾ. ആ ഐസ് കട്ടയുടെ മുകളിൽ കയറുന്നതും പിന്നെ
എന്തുവായിരുന്നു കേബിൾ കാറിൽ പോയിരുന്നു. അവിടുത്തെ റഷ് ഒന്നും പറയണ്ട, കേബിൾ കാറിൽ പോകാനുള്ള. പിന്നെ അവിടുത്തെ അക്കോമഡേഷൻ, ഫുഡ് എല്ലാം വളരെ നല്ലതായിരുന്നു. അങ്ങനെ അവസാനത്തെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയാണ് പോയത്. ഷോപ്പിങ്ങിന് നമ്മൾ പോകുന്നത് ശിവാജി നഗറിലേക്കാണ്. അങ്ങനെ ഷോപ്പിംഗ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ശിവാജി നഗറിൽ ബ്രാൻഡഡ് ആയിട്ടുള്ളതും ലോക്കലായിട്ടുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട്. തുണിത്തരങ്ങൾക്കായാലും ഫുഡ്വെയർ ഐറ്റംസിനായാലും ഫാൻസി ഐറ്റംസിനായാലും ഒത്തിരി ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഫുഡ്വെയർ ഐറ്റംസിന് ഒരു പ്രത്യേക ഏരിയ തന്നെ ഉണ്ട്. അവിടെ ഏകദേശം ഒരു 150 ഷോപ്പ് തന്നെ നമുക്ക് കാണാൻ കഴിയും. വലിയൊരു വിലക്കുറവ് ഇവിടെ ഇല്ലെങ്കിലും അത്യാവശ്യം വിലക്കുറവിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കഴിയും. അങ്ങനെ ട്രെയിൻ വന്നു. ട്രെയിൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത്. ശരിക്കും 8:45 പുറപ്പെടേണ്ട ട്രെയിൻ ഇന്നിവിടെ എത്തിയത് 11:30 മണിക്കാണ്. ട്രെയിൻ താമസിച്ചു പോയതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇത് AC ട്രെയിനാണ്. ഗരീബ് രഥ് എക്സ്പ്രസ്സിലാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ട്രെയിനിൻ്റെ ഇൻറ്റീരിയറാണ് കാണുന്നത്. ശരിക്കും AC ട്രെയിൻ ആയതുകൊണ്ട് നല്ല വൃത്തിയാണ് കാണുന്നത്. ശരിക്കും നന്നായിട്ട് സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും AC ആയതുകൊണ്ട്. പിന്നെ ഉറങ്ങാനുള്ള സൗകര്യം, കമ്പിളി, ബെഡ്ഷീറ്റ് എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല സുഖമുള്ള യാത്രയായിരിക്കും എന്തായാലും. ഇത് പിറ്റേന്നാണ് നമ്മളെ ട്രെയിൻ കേരളത്തിലേക്ക് രാവിലെ തന്നെ കേരളത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. എന്തായാലും നമുക്ക് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഇനി നമ്മുടെ നാട്ടിലേക്ക് എത്തും. എന്തായാലും ആ സമയം ഈ ട്രെയിനിൽ നല്ല പാട്ടുകളുമായി എല്ലാവരെയും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുകയാണ് ഈ നമ്മുടെ യാത്രക്കാർ. കർപ്പൂരമിരിയുന്ന കതിർമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണു നീ. അതാ വെച്ച് ഞങ്ങൾ അവിടെ വന്നിട്ട് പാചകക്കാരും പയ്യനാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നതിൻ്റെ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കണ്ട് സംസാരിച്ചിട്ട് എത്ര രൂപയാകുമെന്ന് കണക്ക് നമ്മളവിടെ ബാംഗ്ലൂർ യാത്രയുടെ നിറമുള്ള ഓർമ്മകളും അനുഭവങ്ങളും സമ്മാനിച്ച് നമ്മളെല്ലാവരും സുരക്ഷിതമായി കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടി, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടി. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടി, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടി. ഓഗസ്റ്റ് 11 ആദ്യ ആകാശയാത്രയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ യാത്ര സംഘടിപ്പിച്ച ടൂർഗോയ്ക്കും തടഫിൻ്റെ അശോക് കുമാറിനും ആദ്യമേ നന്ദി അറിയിക്കട്ടെ. ടൂർഗോയുടെ സേവനം വളരെയധികം ഊർജവും മാനസികോല്ലാസവും ഈ യാത്രയിലുടനീളം പകർന്നു തന്നു എന്നതാണ് പ്രധാനം. ഓരോ വ്യക്തികളിലും നിങ്ങൾക്കുണ്ടായിരുന്ന ശ്രദ്ധ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതാണ് നമുക്ക് ആവശ്യം. എന്തായാലും വളരെ സന്തോഷപ്രദമായ ഒരു യാത്രയായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ എനിക്ക് തന്ന ആദരം ഇനിയുള്ള ജീവിതത്തിൽ മായാത്ത ഓർമ്മയായി നിലനിൽക്കും. നിങ്ങളുടെ സംരംഭം ഉന്നതികളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദേവകിയമ്മ. നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വെച്ചു, എൻ്റെ ഹൃത്തിലെടുത്തു വെച്ചു. ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ.